ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടെ ഉപവാസത്തിനെത്തിയ എല്ലാ ആം ആദ്മി നേതാക്കൾക്കും വോളണ്ടിയർമാർക്കും എന്നെ ശ്രവിക്കുന്ന നാട്ടുകാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ചവർ രാഷ്ട്രീയ അവബോധമുള്ളവർ, വളരെ വ്യക്തമായും സുതാര്യമായും ബിജെപിയുടെ കുൽസിത പ്രവർത്തനങ്ങളെ കുറിച്ചും ആം ആദ്മിയുടെ നേരായ സത്യത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഒരു സംസാരം നടത്തി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആം ആദ്മിയുടെ ഒരു എളിയ പ്രവർത്തക എന്ന നിലയിൽ എന്റെ പിന്തുണ പ്രഖ്യാപിക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും ഭരിക്കാൻ വരുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് നമ്മുടെ ഭരണഘടനയുടെ ചുക്കാൻ പിടിച്ച ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾ. സത്യത്തിൽ ഇന്ന് നാം കടന്നു പോകുന്നത് അതേ ആ പാതയിലൂടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ വാക്കുകൾ ഇന്ന് സത്യമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ഈ ഭാരതം അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും നടുമുറ്റത്താണ്. ഇവിടുത്തെ അഴിമതി കോടികൾ കൊടുത്താൽ വാഷിംഗ് മെഷീനിട്ട് വെളുപ്പിക്കുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈയിടെ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുമായി സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കണ്ടതാണ്. പ്രമുഖ 7 മരുന്ന് കമ്പനികൾ അവരുടെ മരുന്ന് ഗുണനിലവാരമില്ല എന്ന് കണ്ടുപിടിച്ചപ്പോൾ കോടികൾ കൊടുത്തപ്പോൾ ആ മരുന്നുകളെല്ലാം വില നിലവാരമുള്ളതായി മാറുകയും പാവപ്പെട്ടവരായ നമ്മൾ സാധാരണക്കാർ അതെല്ലാം ഇന്നും നമ്മൾ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് ഈ ഭാരതത്തിന്റെ അവസ്ഥ. ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവജനങ്ങൾ ശ്രീ മോദിയോട് ചോദിക്കുന്നു, സാർ ഞങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല, പട്ടിണിയാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ ഉത്തരം കൊടുക്കുന്നു രാമക്ഷേത്രം. ഇവിടുത്തെ കർഷകരുടെ ഭാര്യമാർ, അമ്മമാർ പറയുന്നു, സാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാലില്ല സാർ, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ കൊടുക്കുന്ന ഉത്തരം ഗ്യാൻ ബാബേ മസ്ജിദ്. മണിപ്പൂരിലെ സ്ത്രീകൾ കേഴുന്നു, സാർ ഞങ്ങളുടെ മാനം പിച്ചി ചീന്തപ്പെടുന്നു, ഞങ്ങളുടെ മാനത്തിന് ഇവിടെ ഒരു വിലയുമില്ലേ? ഇല്ല, ഇവിടുത്തെ സാധാരണക്കാരന് ഒരു വിലയുമില്ല. നമ്മുടെ നാടിനെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. ധീരൻ ഒരിക്കലേ മരിക്കുകയുള്ളൂ, ഭീരു എന്നും മരിച്ചുകൊണ്ടേയിരിക്കും. ഈ അനീതിക്കെതിരെ തല ഉയർത്തിക്കൊണ്ട് നെഞ്ചുയർത്തിക്കൊണ്ട് ചോദ്യം ഉന്നയിച്ചവനാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. മോദി ഭീരുവാണ്. അതുകൊണ്ടാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആം ആദ്മിയുടെ നേതാക്കളെ അദ്ദേഹം പിടിച്ച് ജയിലിലിട്ടത്. ചോദ്യം ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കാനും വിരൽ ചൂണ്ടുന്നവരുടെ കൈകളിൽ വിലങ്ങണിയിക്കാനും അധികാരത്തിന് ശക്തിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമേവ ജയതേ, സത്യം എന്നായാലും ജയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നാളെ നല്ലൊരു സുപ്രഭാതം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നീതിക്ക് വേണ്ടി HRSലെ വലിയ ജോലിയും പദവിയുമെല്ലാം വലിച്ചെറിഞ്ഞ് സാധാരണക്കാരന് വേണ്ടി ചൂലുവെടുത്തുകൊണ്ട് നിരത്തിലിറങ്ങിയ ശ്രീ അരവിന്ദ് കെജ്രിവാളിന് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാം. തോളോട് തോൾ ചേർന്ന് കൈയോട് കൈ ചേർത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാം. അതുകൊണ്ട് ഇവിടെ ഈ ഉപവാസം ഇരിക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആം ആദ്മി പാർട്ടി की जय।